യാത്ര ഗുണ്ടൽപേട്ടയിലേക്കാണ്. അതിമനോഹരമായ ഈ മുന്തിരിത്തോട്ടം കാണാൻ ഞങ്ങൾ കർണാടകയിലെ ഗുണ്ടൽപേട്ടയിലേക്കാണ് ഇന്നത്തെ യാത്ര. യാത്രയിലെ വിശേഷങ്ങളും മുന്തിരിത്തോട്ടങ്ങളിലെ വിശേഷങ്ങളും പറയാം ഇന്നത്തെ വീഡിയോയിൽ. യാത്ര പുറപ്പെടുന്നത് മലപ്പുറത്ത് നിന്നാണ്. വയനാട് വഴിയാണ് പോകാൻ ഉദ്ദേശിച്ചത്. താമരശ്ശേരി ചുരവും കയറി നേരെ വയനാട്ടിലേക്ക്, മുത്തങ്ങ ഫോറസ്റ്റും കടന്ന് നേരെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക്, ഫോറസ്റ്റും കടന്ന് കർണാടക സംസ്ഥാനത്തിലെ ഗുണ്ടൽപേട്ടയിലേക്ക്. അങ്ങനെ രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഈ ടൈം തിരഞ്ഞെടുക്കാനുള്ള കാരണം റോട്ടിലെ തിരക്ക് തന്നെയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് നല്ല ടൂറിസ്റ്റുകളുണ്ടാകും റോഡിൽ. അങ്ങനെ യാത്ര ഞങ്ങൾ പുറപ്പെട്ടു. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വഴി നിന്ന് കഴിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഓരോ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു കോഫി ഷോപ്പിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ താമരശ്ശേരി അടിവാരത്താണ്. അടിവാരത്ത് ഈ സ്പോട്ടിൽ ആദ്യം ഒരു വാണിജ്യ നികുതിയുടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചരക്ക് വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു, പാർക്കിംഗ് ഒന്നും കിട്ടാറില്ല. ആ സ്പോട്ടിലാണ് ഇവിടെ ഒരു കോഫി ഷോപ്പും അതുപോലെ തന്നെ സഞ്ചാരികൾക്കായി തുറന്നിട്ടുള്ള ഒരു വിശ്രമ കേന്ദ്രമുള്ളത്. അങ്ങനെ അവിടുന്ന് ചായയും കുടിച്ച് ഫ്രഷായി ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. 24 hours പ്രവർത്തിക്കുന്ന ഒരു ടീ ഷോപ്പാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി. ചുരം കയറുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലൂടെ എത്തുന്നത് നമ്മുടെ മൺമറിഞ്ഞു പോയ പപ്പുവിനെയാണ്. താമരശ്ശേരി ചുരം. അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി ചുരവും കയറി ഞങ്ങൾ യാത്ര തുടർന്നു. ചില സമയങ്ങളിൽ ഈ ചുരത്തിലൂടെയുള്ള യാത്ര ഒരു സാഹസികത നിറയെ തന്നെയാണ്. മണിക്കൂറുകളാണ് ഈ റൂട്ടിൽ വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കാറുള്ളത്. മൈസൂർ ഭാഗത്തേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ കഴിയുന്നതും ഈ റൂട്ട് തിരഞ്ഞെടുക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. 2-3 മണിക്കൂറുകളെല്ലാം ഈ റൂട്ടിൽ ചുരത്തിലാണെങ്കിലും വണ്ടി ബ്ലോക്കായി കിടക്കാറുണ്ട്. അങ്ങനെ യാത്ര വയനാട്ടിലേക്ക് പ്രവേശിച്ചു. നല്ല മൂടൽമഞ്ഞ്, നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്, നല്ല മനോഹരമായ കാഴ്ച. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും റോഡിൽ തിരക്കൊന്നുമില്ല. വിശാലമായ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന റോഡ്. അങ്ങനെ യാത്രയിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രയിലെ കാഴ്ചകളും കണ്ട് ആശ നല്ല ഉറക്കത്തിലാണ്. മൂടൽ മഞ്ഞിൽ നിന്നും അത് വെളിച്ചം പടർത്തുമ്പോഴുള്ള കാഴ്ച അത് മനോഹരം തന്നെയാണ്. അങ്ങനെ നേരം പുലർന്നു. നല്ല കോടയുണ്ട്. അതിമനോഹരമായ കാഴ്ച.
അങ്ങനെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഇത് ഞങ്ങളുടെ അബൂക്ക, ഞങ്ങളുടെ ബോസാണ്. അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകളും രസങ്ങളും പറഞ്ഞ് ഞങ്ങൾ യാത്ര അങ്ങനെ തള്ളി നീക്കി. ആക്സിലേറ്റർ ചവിട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ചെക്ക് പോസ്റ്റും കയറി ഞങ്ങൾ യാത്ര തുടർന്നു. നല്ല കോടമഞ്ഞുണ്ട്, എന്നാൽ ചിലയിടങ്ങളിൽ തീരെ കാണാറുമില്ല. അതിമനോഹരമായ കാഴ്ച. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ കയറണമെങ്കിൽ ഒരു 30 രൂപയുടെ ഒരു എൻട്രി ഫീസുണ്ട്. അത് കൊടുക്കാനുള്ള വണ്ടികളാണ് ഈ ലൈനിൽ കിടക്കുന്നത്. 30 രൂപയും എടുത്ത് ഫോറസ്റ്റ് ഗാർഡിനെയും കാത്ത് ഞങ്ങൾ ലൈനിലിരുന്നു. അങ്ങനെ ഫോറസ്റ്റ് ഗാർഡിന് 30 രൂപയും കൊടുത്ത് റെസിപ്റ്റ് വാങ്ങി ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ല. വഴിമധ്യേ കാണുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടർന്നു. അല്ലെങ്കിൽ മുത്തുമാലറ്റതുപോലെ മാൻകൂട്ടങ്ങളെയും പുള്ളിമാനെയും കാണാറുണ്ട്. ഈ യാത്രയിൽ അതും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റിനോട് യാത്ര പറഞ്ഞ് ഫോറസ്റ്റിൻ്റെ പുറത്തെത്തി. അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു. നല്ല ക്ഷീണമുണ്ട്, അതിലേറെ വിശപ്പും. ഇനി അടുത്ത കാണുന്ന ഹോട്ടലിൽ കയറണം, ഭക്ഷണം കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ച ചായ മാത്രമാണ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു ഹോട്ടലിൽ കയറി. മലയാളി ഹോട്ടലാണെന്ന് തോന്നുന്നു, മലബാർ ഹോട്ടൽ. നല്ല വിശപ്പുണ്ട്, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. മസാല ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല ഫുഡ്, കുഴപ്പമില്ല. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല ഫുഡ്, ഒന്നും പറയാനില്ല. ഇവർ എടവണ്ണ സ്വദേശികളാണ്. ബാപ്പയെ സഹായിക്കാൻ വെക്കേഷൻ ആയതുകൊണ്ട് മക്കളുമുണ്ട് ഹോട്ടലിൽ. അങ്ങനെ ഫുഡിൻ്റെ ക്യാഷും കൊടുത്ത് ഞങ്ങൾ അവരോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഹോട്ടലിൽ നിന്നിറങ്ങി കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു ടോൾ ബൂത്ത് എത്തി. വൺ സൈഡ് 90 രൂപയാണ് കാറിന് ഇവർ ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ 90 രൂപയും കൊടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ യാത്രയിൽ കണ്ടൊരു കാഴ്ചയാണ്. കുറേ സ്ഥലങ്ങളിലായി സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നു. അതിമനോഹരമായ കാഴ്ച. കുറേ ആളുകൾ ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. അതിന് കർഷകരോട് ഈടാക്കുന്നത് 20 രൂപയാണ്. ആ കാഴ്ചയും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാൻ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഗുണ്ടൽപേട്ട താലൂക്കിലെ ചാംരാജ്നഗർ ജില്ലയിൽ ഭീമംപേട്ടി എന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് 13 ഏക്കർ സ്ഥലത്താണ്. അതിലെ 1.5 ഏക്കർ സ്ഥലത്താണ് ഈ മുന്തിരിത്തോട്ടം അവർ കൃഷി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ കാണാം.
13 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഫാം ഹൗസ്, അതിൽ കുറേ പശുക്കൾ, പണി തീർന്നതും പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായ കോട്ടേജുകൾ, അതിൽ കൃഷിയിടങ്ങൾ, അങ്ങനെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. ഒഴിവ് സമയങ്ങളിലും വെക്കേഷനിലും ഞങ്ങളിവിടെ എത്താറുണ്ട്. 2 ദിവസം 3 ദിവസം സ്റ്റേ ചെയ്തിട്ടേ പോകാറുള്ളത്. നല്ലൊരു ആംബിയൻസാണ്, നല്ലൊരു വൈബ്. അങ്ങനെ കുറച്ച് സമയമായി നമ്മൾ റിസോർട്ടിലെത്തിയിട്ട് അലിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ വെക്കേഷൻ ആയതുകൊണ്ട് ഫാമിലിയും കൊണ്ടാണ് യാത്ര തിരിച്ചത്. അവൻ ഗൂഡല്ലൂർ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ റിസോർട്ടിലെത്തി. ഇത് അബൂദി, അലിയുടെ ഇളയച്ചക്കന. കുഴപ്പക്കാരനാണെന്ന് ചോദിച്ചാൽ കുഴപ്പക്കാരനാണ്. ഇതാണ് മഹേന്ദ്രൻ. ഇദ്ദേഹമാണ് ഇവിടെ മുന്തിരിത്തോട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഒരു കർഷകനാണ്. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അദ്ദേഹവുമായി ഞങ്ങൾ തോട്ടത്തിലേക്ക് നടന്നു. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ കുറേ ഫ്രൂട്ട്സുകൾ കൃഷി ചെയ്തിട്ടുണ്ട്. സപ്പോട്ട, നെല്ലിക്ക, ചെറീസ്, ജാമ്പക്ക, ഉറുമാമ്പഴം, അതുപോലുള്ള കുറേ ഫ്രൂട്ട്സുകളും ഇവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. അതിമനോഹരമായ കാഴ്ച. വിളവെടുപ്പായിട്ടില്ല, 2 മാസം കൂടി പിടിക്കുമെന്നാണ് കർഷകനായ മഹേന്ദ്രൻ നമ്മോട് പറഞ്ഞത്. നമുക്കറിയാൻ ആഗ്രഹമുള്ളതും അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളുമായി ഞങ്ങൾ കുറേ പങ്കുവച്ചു. അദ്ദേഹം നല്ലൊരു നിഷ്കളങ്കനായ മനുഷ്യൻ. കേരളത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷവും. ഇത് കളിയും പിന്നെ ഇത് ഇത്ര പണ വരുമ്പോഴേ 20 ഇപ്പൊ 1 വർഷം നല്ല കാശ് മുടക്കും. വർഷം കഴിഞ്ഞിട്ട് 25 പിള്ള സുഖമായിട്ട് ആദ്യമൊക്കെ എടുക്കാം. ഇതന്നെ ഇങ്ങനത്തെ എടുക്കുന്ന മുന്തിരി പറിച്ച് നഷ്ടമൊന്നും വരില്ല സാറേ, നഷ്ടമൊന്നും വരില്ലല്ലോ ഇതില്. 15 ദിവസം അങ്ങനെ എടുക്കും. അങ്ങനെ ഒരു വർഷം 2 എണ്ണം. നമ്മള് 2-3 കുട്ടികളുണ്ട്. എനിക്ക് 2-3 കുട്ടികളുടെ ഇളയ കുട്ടികൾ കെട്ടിക്കില്ല, മൂത്ത കുട്ടികളെ ആദ്യം കെട്ടിക്കുന്നേ. അങ്ങനെയാണ് ഒന്ന് കെട്ടിച്ച് അത് ചിലപ്പോ നമ്മള് മൂത്തത് ചോദിച്ചാല് ഇത് ചോദിച്ചു വന്നാല് അങ്ങനെയാണെന്നല്ലേ അത് മൂക്കുമ്പോഴത്തേക്ക് കുറെ ദൂരോട്ട് പോകുന്നല്ലേ രണ്ടാമത്തെ കുട്ടീനെ കെട്ടിച്ചു കൊടുക്കാൻ. മൂത്തത് അങ്ങനെ ഇരുന്നിട്ട് എന്നിട്ട് കുറെ ദൂരോട്ട് പോയല്ലേ ശരിക്കും പഴുത്തത് വേണ്ടെന്ന് പറഞ്ഞാല് ഒരാഴ്ച വെക്കണോ സ്റ്റോക്ക് വെക്കണം എന്നല്ലേ. അപ്പൊ രണ്ടാമത്തത് പറിച്ചു കൊടുക്കാൻ. ഇനിയിപ്പോ ഇതിപ്പോ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളർത്തി വന്നേക്കല്ലേ. ഇനി ഇത് ഇനിയും വലുതാകാണി എന്ത് ചെയ്യാ യൂണിവേഴ്സിറ്റി കളി
ഇനി ഒന്ന് ചുറ്റില്ല ഇനി കട്ട് ചെയ്യുവേ വലുതായി കഴിഞ്ഞാൽ കട്ട് ചെയ്യും. ഇതുവരെ മാത്രം നിർത്തുള്ളൂ. ഇതുവരെ ഇതൊക്കെ കട്ട് ചെയ്ത് അതുകൊണ്ടാണ് ചേട്ടാ ഇത് ഒന്ന് ഒരു കൈ 2 2 3 4 5 6 7 8 9 10 11 11 10 11 അങ്ങനെ ഉണ്ടല്ലേ. അത് മാത്രം മെയിൻ ആയിട്ട് വേണ്ടത് ഈ കൈകളാണ്. 8 10 അങ്ങനെ അത് മെയിൻ ആയിട്ട് വേണം. അത് വളവെടുത്ത് ഇവിടെ കിഴിച്ചില്ലേ, ഇവിടെ മുറിക്കാം. ഇനി അടുത്ത വളവിന് ഇവിടെ മുറിക്കാം, അടുത്ത വളവിന് ഇവിടെ മുറിക്കാം. അങ്ങനെ ആയിട്ട് ഒരേ കുറെ പോലെ ഇവിടെ സകലം പോലെ ഗ്യാപ്പ് ഉണ്ട്. ഫുള്ള് ഫില്ലാവും. വിളവെടുപ്പിന് 2 മാസത്തെ ടൈമും കൂടി ഉണ്ടെന്ന് മഹേന്ദ്രൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു പ്രാവശ്യം കൂടി സന്ദർശിക്കണം. ആ പഴുത്തു നിൽക്കുന്ന മുന്തിരിത്തോട്ടത്തിലേറെ ഭംഗിയാണ് കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അടുത്തത് ഫാം ഹൗസ് കാണണം. കുറേ പശുക്കളുണ്ടെന്ന് കേട്ടു. അങ്ങനെ ഞങ്ങൾ ഫാം ഹൗസിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. കുറേ അധികം പശുക്കളുണ്ട്. നല്ല ഇനം പശുക്കൾ, നല്ല പാല് തരുന്നവ. നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ കുറേ എണ്ണം. അവർക്ക് ചൂട് താങ്ങാൻ കഴിയാഞ്ഞിട്ടായിരിക്കും ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ കാറ്റ് കൊണ്ട് വിശ്രമത്തിലാണ്. രണ്ട് തരം പശുക്കളെ കറന്നെടുക്കും, രാവിലെയും വൈകുന്നേരവും. നല്ല തോതിൽ പാലുമുണ്ട്. സൊസൈറ്റിയിൽ കൊണ്ടുപോയിട്ടാണ് പാൽ സപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ഗോവിന്ദൻ, ഇവിടുത്തെ ഓൾറൗണ്ടർ കാര്യസ്ഥൻ. കറവക്കാരനും പശുക്കളെ മേൽനോട്ടവും. എന്തോ അദ്ദേഹത്തിന് വീഡിയോ എടുത്തത് പറ്റിയില്ലെന്ന് തോന്നുന്നു. അതോ ഭാര്യയുമായി ചൂടിലാണോ എന്നറിയില്ല. ഏട്ടത്തിയെയും അനിത്യയുമാണ് ഗോവിന്ദൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. എന്ത് രസമാണെന്നല്ലേ. പ്രസവം കഴിഞ്ഞ പശുക്കിടാങ്ങളെ ശുശ്രൂഷിക്കാനും അവരെ പരിചരണം നൽകാനും ഒരു സെപ്പറേറ്റ് റൂമുണ്ടാക്കിയിട്ടുണ്ട് ഗോവിന്ദൻ. അവിടെയാണെങ്കിൽ അവർക്ക് സ്വസ്ഥമായി കിടക്കാനും ഉറങ്ങാനും സുഖമായിരിക്കും. പാല് കുടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് കൊണ്ടുപോയി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. ഗോവിന്ദനുമായി നല്ല കൂട്ടാണ് പശുക്കിടാവ്. ഫാം ഹൗസ് സന്ദർശിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഇല്ലാതെ ഞങ്ങൾ തിരിച്ച് ചുരമിറങ്ങാറില്ല. കഴിഞ്ഞ പ്രാവശ്യം സപ്പോർട്ടയാണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് പപ്പായയാണ്. ഗോവിന്ദനോട് ഞങ്ങൾ കാര്യം സൂചിപ്പിച്ചു. അവൻ കേട്ട പാതി കേൾക്കാതെ പാതി അവൻ ചാടി കയറി. അങ്ങനെ വെളുത്തുള്ളി കൃഷി കാണാൻ ഞങ്ങൾ തോട്ടത്തിലെത്തി. നല്ല ഭംഗിയുണ്ട് അത് പാകിയത് കാണാൻ. വിത്താണിത് പാകുന്നത്. 3 മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലം. അങ്ങനെ വെളുത്തുള്ളിയുടെ കൃഷിസ്ഥലവും കണ്ട് ഞങ്ങൾ നേരെ കാബേജ് ഉണ്ടാക്കുന്ന കൃഷിയിടത്തിലെത്തി. അത് ഭംഗിയുള്ള ഒരു കാഴ്ച. വയലറ്റ് കാബേജാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിശേഷങ്ങളെല്ലാം കർഷകനോട് ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കർഷകൻ്റെ സന്തോഷത്തിന് ഞങ്ങൾക്ക് 2 കാബേജും അദ്ദേഹം സന്തോഷമായി തന്നു. അതും സ്വീകരിച്ച് ഞങ്ങൾ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു. ഈ കർഷകരുടെ ഒരു കാര്യം ആലോചിച്ചാൽ ഇവർക്ക് കിട്ടാവുന്ന ഒരു മൂലധനം ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അങ്ങനെ
മഹീന്ദ്രനോട് യാത്ര പറഞ്ഞ് 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ സംസാരത്തിനിടയിൽ നാട്ടിലേക്കുള്ള ലഗേജ് എടുക്കാൻ മറന്നു. അങ്ങനെ ലഗേജ് എടുക്കാൻ ഞങ്ങൾ തോട്ടത്തിലേക്ക് ചാക്കിൽ കെട്ടിയ പപ്പായവും വണ്ടിയിലേക്ക് കയറ്റി. അങ്ങനെ നാട്ടിലേക്കുള്ള ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ യാത്ര തിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഗോവിന്ദൻ്റെ മക്കളെ കണ്ടത്. അവർ ഞങ്ങളെ കണ്ടതും വണ്ടിയിലെടുത്ത് വന്ന് കുറേ നേരം അവരുമായി സമ്മതിച്ചതല്ലേ. അങ്ങനെ അവർക്ക് ഐസ്ക്രീം വാങ്ങാനുള്ള ക്യാഷും കൊടുത്ത് അവരോട് യാത്ര പറഞ്ഞു. എല്ലാവരും സന്തോഷത്തിൽ, അതുപോലെ ഞങ്ങളും. അങ്ങനെ അവരോട് ടാറ്റയും കൊടുത്ത് വീണ്ടും വരാമെന്ന് പറഞ്ഞ് അവരോട് യാത്രയാക്കി.